ഇനി വരാൻ പോകുന്ന PSC എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. 2024 ഡിസംബർ 31 ഹൈദരാബാദിൽ നടന്ന സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരത്തിൽ കിരീടം കരസ്ഥമാക്കിയത് ആര്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ ടീം എത്ര തവണ സന്തോഷ് ട്രോഫി കിരീടം കരസ്ഥമാക്കി? 33 തവണ. 2024 ഡിസംബർ 29 അന്തരിച്ച സമാധാന നോബൽ ജേതാവായ 100 വയസ്സ് വരെ ജീവിച്ച ആദ്യ US പ്രസിഡന്റ് ജിമ്മി കാർട്ടർ. 2024 അവയവദാനത്തിൽ സർവകാല റെക്കോർഡ് കരസ്ഥമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. സ്പേസ് ഡെക്സ് പരീക്ഷണത്തിനുള്ള 2 ചെറു ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ ധ്രുവീയ വിക്ഷേപണ വാഹനം PSLV-C60. 63ാം കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് കൈറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പിന്റെ പേരെന്ത്? കൈറ്റുത്സവം. 63ാം കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയുടെ പേരെന്ത്? MT നിള. ഐക്യരാഷ്ട്ര സംഘടന ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം 2025. ആരുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് UN 2025 ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത്? വെർണർ ഹെയ്സൻബർഗ്. ക്വാണ്ടം മെക്കാനിക്സിൽ പ്രബന്ധം പ്രസിദ്ധീകരിച്ച ശാസ്ത്രജ്ഞൻ. പാക് പഞ്ചാബ് സർക്കാർ സന്ദർശകർക്കായി തുറന്നുകൊടുത്ത ചരിത്രപ്രസിദ്ധമായ ഭഗത് സിംഗ് ഗാലറി എവിടെയാണ്? ലാഹോറിലെ പൂഞ്ച് ഹൗസിൽ. ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരത്തിന്റെ പേര്? ഖേൽരത്ന പുരസ്കാരം. 2024 ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ ആരൊക്കെ? D. ഗുകേഷ്, ചെസ് ചാമ്പ്യൻ; മനു ഭാക്കർ, വനിതാ ഷൂട്ടിംഗ് താരം; പ്രവീൺ കുമാർ, പാരാ അത്ലറ്റ്; ഹർമൻസിംഗ് പ്രീതം, പുരുഷ ഹോക്കി താരം. 2023 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം ആര്? സാജൻ പ്രകാശ്. മികച്ച കായിക പരിശീലകന് ഭാരത സർക്കാർ നൽകുന്ന 2024 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി പരിശീലകൻ S. മുരളീധരൻ. ബാഡ്മിന്റൺ. 2/1/2025 സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ കേരള ഗവർണറുടെ പേര്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പേര്? S. ഷാനവാസ്. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നൽകുന്ന പുരസ്കാരം? ഉജ്ജ്വല ബാല്യം പുരസ്കാരം. ജനുവരി 15 മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിൽ വെച്ച് ഒറ്റ ദിവസത്തിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട് ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന ഇന്ത്യയുടെ 3 പടക്കോപ്പുകൾ? വാഗ്ഷിർ ഇലക്ട്രിക് അന്തർവാഹിനി, നീലഗിരി യുദ്ധക്കപ്പൽ, സൂറത്ത് യുദ്ധക്കപ്പൽ. IQ എയറിന്റെ പുതിയ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏത്? ലാഹോർ. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം? R. വൈശാലി, തമിഴ്നാട്. എൻ മഗജ എന്ന പ്രശസ്തമായ നോവൽ എഴുതിയത് ആര്? അംബികാസുധൻ മങ്ങാട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ വംശജനായ CEO? ജഗദീപ് സിംഗ്. ക്വാണ്ടം സ്കേപ്പ് കമ്പനി, കാലിഫോർണിയ. 12 ദിവസത്തെ സ്വകാര്യ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഹംഗറി പ്രധാനമന്ത്രി? വിക്ടർ ഓർബാൻ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുതി പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? മുതിരപ്പുഴയാർ, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴയായ മഞ്ചേശ്വരം പുഴ ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. 2025 ജനുവരി 4 അന്തരിച്ച പൊക്രാൻ ആണവ പരീക്ഷണങ്ങളിലെ പ്രധാന ശക്തിയായിരുന്ന ഇന്ത്യൻ ആണവ ശാസ്ത്രജ്ഞൻ? രാജഗോപാല ചിദംബരം. ബഹിരാകാശത്ത് ഇന്ത്യ നടത്താനൊരുങ്ങുന്ന സങ്കീർണ ഗവേഷണ പരീക്ഷണം? റിലോക്റ്റബിൾ റോബോട്ടിക് മണിപ്പുലേറ്റർ, RRM ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ സാങ്കേതിക വിദ്യ. ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ച ISROയുടെ ദൗത്യം? POEM-4 PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ. സർക്കാർ മേഖലയിലെ ആദ്യ ചർമ്മ ബാങ്ക് സജ്ജമാകാൻ പോകുന്നത് എവിടെ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ടിപ്പു സുൽത്താൻ ദ സാഗ ഓഫ് മൈസൂസ് ഇന്റർരെഗ്നം എന്ന ചരിത്ര പുസ്തകത്തിന്റെ രചയിതാവ്? വിക്രം സമ്പത്ത്. ചൈനയിൽ പടരുന്ന ഇപ്പോൾ ഇന്ത്യയിലും പടർന്നു തുടങ്ങിയ വൈറസ്? HMPV ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. HMPV വൈറസ് ആദ്യമായി കണ്ടെത്തിയത്? നെതർലാൻഡ്സ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ബഹിരാകാശത്ത് മുളപ്പിച്ച വിത്ത് ഏത്? പയർ വിത്ത്.
ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ച സിനിമ ഏത്? ദ ബ്രൂട്ടലിസ്റ്റ്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസ് നമോ ഭാരത്. ഗ്രാമീണ മേഖലയിൽ സമ്പൂർണ്ണ കുടിവെള്ളം എന്ന ലക്ഷ്യം നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ജലജീവൻ മിഷൻ. ഇന്റർനാഷണൽ സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലും 10ാം ദേശീയ സയൻസ് ഫിലിം ഫെസ്റ്റിവൽ മികച്ച സയൻസ് ഫിലിം അവാർഡ് നേടിയ ഡോക്യുമെന്ററി ചിത്രം ഏത്? ദ ക്ലൈമറ്റ് ചലഞ്ച്. സംവിധായകൻ ശാസ്ത്ര ഫോട്ടോഗ്രാഫറായ രാകേഷ് റാവു. ISROയുടെ പോയം 4 ദൗത്യത്തിലെ പയർവിത്ത് മുളപ്പിക്കാൻ ഉപയോഗിച്ച ഉപകരണം ഏത്? കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാൻ സ്റ്റഡീസ്. ഇന്ത്യയുടെ വിവര സാങ്കേതിക വിദ്യ, ഗവേഷണം, നിർമ്മിത ബുദ്ധി എന്നീ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയ മൈക്രോസോഫ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സത്യ നദല്ല. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ അടുത്ത അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത് ആര്? ബഹദൂർ സാഗു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സുവർണ്ണ കിരീടം കരസ്ഥമാക്കിയ ജില്ല? തൃശൂർ. മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ പ്രഥമ പരിഗണനാ പട്ടികയിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ആടുജീവിതം. 2025 ജനുവരി 14 ചുമതലയേൽക്കുന്ന ISROയുടെ നിയുക്ത ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ഭുവനേശ്വറിൽ തുടങ്ങാനിരിക്കുന്ന പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ ഇത്തവണത്തെ പ്രമേയം വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ അധ്യക്ഷയായി നിയമിതയായ മലയാളിയായ മുൻ ലോങ് ജംപ് താരം അഞ്ജു ബോബി ജോർജ്. എത്രാമത് ഭാരതീയ പ്രവാസി ദിവസ് സമ്മേളനമാണ് 2025 ജനുവരി 9 നടത്തിയത്? 18ാമത്. 18ാമത് ഭാരതീയ പ്രവാസി ദിവസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആര്? നരേന്ദ്രമോദി. 18ാമത് ഭാരതീയ പ്രവാസി ദിവസ് സമ്മേളനം നടന്നത് എവിടെ? ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ. 18ാമത് ഭാരതീയ പ്രവാസി ദിവസ് സമ്മേളനത്തിൽ മുഖ്യാതിഥി ആരായിരുന്നു? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.